കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗുഡ് സമരിറ്റൻ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്ന വിസ്മയ സന്ദേശത്തിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗമരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. കർത്താവിൽ പ്രിയമുള്ളവരെ, വീണ്ടും നമുക്ക് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനവുമായിട്ട് കണ്ടുമുട്ടുവാൻ കർത്താവ് തന്നിരിക്കുന്ന വിലപ്പെട്ട അവസരത്തിനായി ഞാൻ കർത്താവിനെ വാഴ്ത്തി സ്തുതിക്കുന്നു. നല്ല ഒരു ദിവസത്തിൻ്റെ പുലർകാലത്തിലേക്കാണല്ലോ കർത്താവ് നമ്മെ കൊണ്ടുവന്നിരിക്കുന്നത്. ഘോരവും ഭയങ്കരവുമായ ഒരു രാത്രി നമ്മെ വിട്ട് കടന്നുപോയി. ഒരു പുതിയ ദിവസത്തിൻ്റെ പൊൻപുലരിയിലേക്ക് നമ്മൾ ഉണർന്നെഴുന്നേറ്റിരിക്കുകയാണ്. കർത്താവിൻ്റെ വലിയ കൃപ നമ്മോട് കൂടെ ഇരുന്നത് കൊണ്ടാണ് നാം ഇന്ന് ജീവനോടെ ഭൂമിയുടെ പരപ്പിലായിരിക്കുന്നത്. ആ വലിയ കൃപകളെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമുക്ക് ഓരോ നമ്മുടെ ദിവസങ്ങളും ദൈവവചനത്തോടൊപ്പം ആരംഭിക്കാം. കാരണം ദൈവത്തിൻ്റെ വചനം നൽകുന്ന പ്രത്യാശയും ധൈര്യവും മറ്റാർക്കും നൽകുവാനായിട്ട് സാധ്യമല്ല. ഇത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനമാണ്. ഈ തിരുവചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. നാം ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്താണ്? ദൈവത്തിൻ്റെ വചനം എന്നുള്ള വിഷയമാണ്. കഴിഞ്ഞ 2 എപ്പിസോഡുകളായിട്ട് നാം ഈ വിഷയം തുടർച്ചയായിട്ട് ചിന്തിക്കുകയായിരുന്നു. ഇന്ന് അതിൻ്റെ 3-ാമത്തെ എപ്പിസോഡിലേക്കാണ് കടന്നു വന്നിരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം എന്ന വിഷയത്തോട് അനുബന്ധിച്ച് തിരുവെഴുത്ത് എന്ന വിഷയമാണ് നാം ചിന്തിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിലും തിരുവെഴുത്തിനെ കുറിച്ചാണ് ചിന്തിച്ചത്. ഇന്നത്തെ എപ്പിസോഡിലും നാം തിരുവെഴുത്തിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. നമുക്ക് ചിന്തയ്ക്ക് ആധാരമായി ഒരു വാക്യം തിരുവചനത്തിൽ നിന്ന് വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 39-40 വാക്യങ്ങൾ. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 39-40 വാക്യങ്ങൾ. ഇവിടെ ഇങ്ങനെ വായിക്കുന്നു: നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ. അവ എനിക്ക് സാക്ഷ്യം പറയുന്നു. എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എൻ്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. വാക്യം ഒരിക്കൽ കൂടെ പറയാം. നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു. എന്ത് ശോധന ചെയ്യുന്നു? തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു. അവയിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ. അവ എനിക്ക് സാക്ഷ്യം പറയുന്നു. എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എൻ്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനത്തിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. ഭൂലോകത്തിൻ്റെ വിവിധ വൻകരകളിലുള്ള 40ഓളം എഴുത്തുകാരെ ഈ തിരുവചനത്തിൻ്റെ എഴുത്തിനായിട്ട് ദൈവം തൻ്റെ കരങ്ങളിൽ എടുത്തു. കാലത്തിൻ്റെ കണക്ക് പുസ്തകം നാം ഒന്ന് പരിശോധിച്ചാൽ കോടിക്കണക്കിന് ഗ്രന്ഥങ്ങൾ ലോക ചരിത്രത്തിലുണ്ടായിട്ടുണ്ട്. എന്നാൽ അവയൊക്കെ കാലം അതിൻ്റെ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ ഇന്നും കാലം കൈകൂപ്പി നിൽക്കുന്ന ഏക പുസ്തകം വിശുദ്ധ വേദപുസ്തകമാണ്. പാശ്ചാത്യരും പൗരസ്ത്യമായ അനേക പണ്ഡിതന്മാരും ബുദ്ധി രാക്ഷസന്മാരുമൊക്കെ തങ്ങളുടെ ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടും ചിന്ത കൊണ്ടും മനനം ചെയ്തിട്ടുള്ള ഏക പുസ്തകം അത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനമാണ്. ശാസ്ത്രജ്ഞന്മാർ ഓരോ ദിവസവും തങ്ങളുടെ അഭിപ്രായങ്ങൾ തിരുത്തിക്കൊണ്ടിരിക്കുമ്പോൾ എന്ന് പറയുന്നതല്ല നാളെ പറയുന്നത്, തിരുത്തൽ ആവശ്യമില്ലാത്തതും മനുഷ്യനെ തിരുത്തുവാൻ കഴിയുന്നതുമായ ഏക പുസ്തകം അത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനമാണ്. കാരണം എന്താണ്? കാലത്തിനധീനനായ കർത്താവിൻ്റെ കരഞ്ചലിച്ച കാലം കണ്ട കരുത്തേറിയ ഗ്രന്ഥമാണ് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം. ചോദ്യം: ഈ മാറ്റമില്ലാത്ത തിരുവചനം മനുഷ്യവർഗത്തിന് നൽകിയതിൻ്റെ പിന്നിലുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണ്? യോഹന്നാൻ 5:39-40 വാക്യങ്ങൾ. നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ. അവ എനിക്ക് സാക്ഷ്യം പറയുന്നു. എങ്കിലും എൻ്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. ഇവിടെ കർത്താവ് എന്താ പറയുന്നത്? കർത്താവിൻ്റെ കാലഘട്ടത്തിലെ ജനങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്തിരുന്നു. എന്താ കാരണം? അവയിലൂടെ നിത്യജീവൻ ലഭിക്കുമെന്നവർക്കറിയാമായിരുന്നു. എന്നാൽ അവർ കർത്താവിനെ അംഗീകരിച്ചില്ല. ഈ തിരുവെഴുത്തുകൾ ആരെക്കുറിച്ചാണ് സാക്ഷ്യം പറയുന്നത്? യേശുവിനെ കുറിച്ചാണ്. എന്നാൽ അവർ യേശുവിനെ അംഗീകരിച്ചില്ല.
എന്നാൽ ഈ വാക്യത്തിൽ കർത്താവ് ഒരു കാര്യം എടുത്തു പറയുന്നുണ്ട്. വാക്യം 39, അവ എനിക്ക് സാക്ഷ്യം പറയുന്നു. ചോദ്യം, ഏവ? തിരുവെഴുത്തുകൾ. എന്താണ് കർത്താവിനെ കുറിച്ച് സാക്ഷ്യം പറയുന്നത്? തിരുവെഴുത്തുകൾ. ചോദ്യം, ഏത് തിരുവെഴുത്തുകൾ? കർത്താവ് ഇത് പറയുന്ന സമയത്ത് പുതിയ നിയമ പുസ്തകങ്ങൾ എഴുതിയിട്ടില്ലാത്തതിനാൽ തിരുവെഴുത്തുകൾ എനിക്ക് സാക്ഷ്യം പറയുന്നു എന്ന് യേശു പറഞ്ഞത് പഴയ നിയമ പുസ്തകങ്ങളെ പറ്റിയാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പഴയ നിയമം മുഴുവൻ കർത്താവിനെ പറ്റി സാക്ഷ്യം പറയാണ്. പഴയ നിയമ പുസ്തകം ഞങ്ങൾക്ക് വേണ്ട എന്നൊരുവൻ പറഞ്ഞാൽ ആ തിരുവെഴുത്തുകൾ ആരെക്കുറിച്ച് സാക്ഷ്യം പറയുന്നു? ആ ക്രിസ്തുവിനെ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്നതിന് തുല്യമാണ്. അല്ലെങ്കിൽ പഴയ നിയമ പുസ്തകങ്ങൾ ത്യജിക്കുന്നവർ, ഉപേക്ഷിക്കുന്നവർ ആരെ ഉപേക്ഷിക്കുന്നു? ആ തിരുവെഴുത്തുകളിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്ന ലോകത്തിൻ്റെ രക്ഷകനായ കർത്താവായ യേശു ക്രിസ്തുവിനെ ത്യജിക്കുന്നതിന് തുല്യമാണ്. വിശുദ്ധ വേദപുസ്തകത്തെ നമുക്ക് 2 നില കെട്ടിടത്തോട് സാദൃശ്യപ്പെടുത്താം. അതിൻ്റെ ഒന്നാമത്തെ നില പഴയ നിയമമാണെങ്കിൽ രണ്ടാമത്തെ നില പുതിയ നിയമമാണ്. വേദപുസ്തകത്തെ 2 നില കെട്ടിടത്തോട് സാദൃശ്യപ്പെടുത്തിയാൽ അതിൻ്റെ ഒന്നാമത്തെ നില പഴയ നിയമവും രണ്ടാമത്തെ നില പുതിയ നിയമമാണ്. നമുക്കറിയാം, ഒന്നാമത്തെ നിലയില്ലാതെ രണ്ടാമത്തെ നിലയ്ക്ക് നിലനിൽപ്പില്ല. അപ്പം പഴയ നിയമം ഇല്ലെങ്കിൽ പുതിയ നിയമത്തിന് എന്തില്ല? നിലനിൽപ്പില്ല. ഇത് തിരിച്ചറിയാത്തവരാണ് പഴയ നിയമം മാറിപ്പോയി, അതിനാൽ നമുക്കിനി പഴയ നിയമ പുസ്തകങ്ങൾ വേണ്ട എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവ് ഇപ്രകാരം പറഞ്ഞു. മത്തായി 22:29. മത്തായി 22:29. അതിന് യേശു ഉത്തരം പറഞ്ഞത്, നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായ്ക കൊണ്ട് തെറ്റിപ്പോകുന്നു. അനേകരും തെറ്റിപ്പോകുന്നതിൻ്റെ കാരണം എന്താണ്? യേശു പറയുകയാണ്, നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായ്ക കൊണ്ട് തെറ്റിപ്പോകുന്നു. ഇവിടെ തിരുവെഴുത്തുകളെ അറിയാത്തതിനാൽ തെറ്റിപ്പോകുന്നു എന്നാണ് കർത്താവ് പറഞ്ഞത്. ചോദ്യം, ഏത് തിരുവെഴുത്തുകളെ അറിയാത്തത് കൊണ്ടാണ് തെറ്റിപ്പോകുന്നത്? യേശു പറയുന്ന സമയത്ത് പുതിയ നിയമ പുസ്തകങ്ങൾ എഴുതിയിട്ടില്ലാത്തതിനാൽ, തിരുവെഴുത്തുകളെ അറിയാത്തതിനാൽ നിങ്ങൾ തെറ്റിപ്പോകുന്നു എന്ന് യേശു പറഞ്ഞത് പഴയ നിയമ പുസ്തകങ്ങളെ പറ്റിയാണ്. ഇനി മറ്റൊരു ഉദാഹരണം നമുക്ക് പരിശോധിക്കാം. നാം അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവിടെ 8-ാം അധ്യായത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 8-ാം അധ്യായം 26 മുതൽ 39 വരെ. ശ്രദ്ധിച്ച് വായിക്കേണ്ട വേദഭാഗമാണ് അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായം 26 മുതൽ 39 വരെ. അവിടുത്തെ അവിടെ വായിക്കുന്നത്, അനന്തരം കർത്താവിൻ്റെ ദൂതൻ ഫിലിപ്പോസിനോട്, നീ എഴുന്നേറ്റ് തെക്കോട്ട് യെരുശലേമിൽ നിന്നും ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോക എന്ന് പറഞ്ഞു. അവൻ പുറപ്പെട്ടു ചെന്നപ്പോൾ കന്തക്ക എന്ന ഐത്യോപ്യ രാജ്ഞിയുടെ ഒരു ഷണ്ഡനും മഹാനും അവളുടെ സകല ഭണ്ഡാരത്തിനും മേൽവിചാരകനുമായ ഒരു ഐത്യോപ്യനെ കണ്ടു. അവൻ യെരുശലേമിൽ നമസ്കരിപ്പാൻ വന്നിട്ട് മടങ്ങിപ്പോകുകയും തേരിലിരുന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുകയായിരുന്നു. ആത്മാവ് ഫിലിപ്പോസിനോട്, നീ ചെന്ന് തേരിനോട് ചേർന്ന് നടക്ക എന്ന് പറഞ്ഞു. അവനോട് ചെല്ലുമ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുന്നത് കേട്ടു. നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ എന്ന് ചോദിച്ചതിന്, ഒരുത്തൻ പൊരുൾ തിരിച്ചു തരാതിരുന്നാൽ എങ്ങനെ ഗ്രഹിക്കുമെന്ന് പറഞ്ഞു. ഫിലിപ്പോസ് കയറി തന്നോടുകൂടെ ഇരിക്കണമെന്നും അവൻ അപേക്ഷിച്ചു. തിരുവെഴുത്തിൽ അവൻ വായിച്ച ഭാഗമാവിത്. അറുപ്പാനുള്ള ആടിനെ പോലെ അവനെ കൊണ്ടുപോയി. രോമം കത്തിരിക്കുന്നവൻ്റെ മുമ്പാകം മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ വായ് തുറക്കാതിരുന്നു. അവൻ്റെ താഴ്ചയിൽ അവന് ന്യായം കിട്ടാതെ പോയി. അവൻ്റെ ജീവനെ എടുത്തു കളയുന്നുവല്ലോ. എന്നിട്ട് ഷണ്ഡന് ചോദിച്ചൊരു ചോദ്യം, പ്രവാചകൻ ഇതാരെക്കുറിച്ച് പറയുന്നു? തന്നെക്കുറിച്ചോ മറ്റൊരുത്തിനെക്കുറിച്ചോ പറഞ്ഞു തരയണം എന്നപേക്ഷിച്ചു. ഫിലിപ്പോസ് ഈ തിരുവെഴുത്ത് ആധാരമാക്കി അവനോട് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചു. അവർ ഇങ്ങനെ വഴി പോകുകയിൽ വെള്ളമുള്ള ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഷണ്ഡൻ, ഇതാ വെള്ളം, ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്ത് വിരോധം എന്ന് പറഞ്ഞു. നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നെങ്കിലാകാം എന്ന് പറഞ്ഞു. യേശുക്രിസ്തു ദൈവപുത്രൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നവൻ പറഞ്ഞു. ഉടനെ തേർ നിർത്തുവാൻ കൽപ്പിച്ചു. ഷണ്ഡനും ഫിലിപ്പോസും ഇരുവരും വെള്ളത്തിൽ ഇറങ്ങി അവനവനെ സ്നാനം കഴിപ്പിച്ചു. വെള്ളത്തിൽ നിന്ന് കയറി ഉടനെ ആത്മാവ് ഫിലിപ്പോസിൻ്റെ അടുത്തോട്ട് പോയി. ഷണ്ഡൻ പിന്നെ അവനെ കണ്ടില്ല. അവൻ സന്തോഷിച്ചുകൊണ്ട് തൻ്റെ വഴിക്ക് പോയി.
ഇതാണ് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 8-ാം അധ്യായം 26 മുതൽ 39 വരെയുള്ള വേദഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നാം ഈ തിരുവചന ഭാഗം ഒന്ന് ശ്രദ്ധിച്ച് പരിശോധിച്ചാൽ ഇവിടെ വാക്യം 28 ഇപ്രകാരം വായിക്കുന്നു: അവൻ യെരൂശലേമിൽ നമസ്കരിപ്പാൻ വന്നിട്ട് മടങ്ങിപ്പോകയിൽ തേരിലിരുന്ന് യെശയ്യാപ്രവാചകന്റെ പുസ്തകം വായിക്കുകയായിരുന്നു. അപ്പം എന്തു വായിക്കുകയായിരുന്നു? തേരിലിരുന്ന് യെശയ്യാപ്രവാചകന്റെ പുസ്തകം. പഴയ നിയമ പുസ്തകത്തിലെ ഒരു പുസ്തകമാണ്, പ്രധാനപ്പെട്ട പുസ്തകമാണ് യെശയ്യാപ്രവാചകന്റെ പുസ്തകം. അത് വായിക്കുകയായിരുന്നു ഷണ്ണൻ. ഇനി വീണ്ടും വാക്യം 32 ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: തിരുവെഴുത്തിൽ അവൻ വായിച്ച ഭാഗമാവിത. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? തിരുവെഴുത്തിൽ എന്ന് പറഞ്ഞാൽ യെശയ്യാപ്രവചനത്തിൽ അവൻ വായിച്ച ഭാഗമാവിത്. ഇപ്പോൾ വാക്യം 35 എന്താ രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഫിലിപ്പോസ് ഈ തിരുവെഴുത്ത് ആധാരമാക്കി അവനോട് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിപ്പാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, ഈ വേദഭാഗങ്ങളിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? കർത്താവായ യേശു ക്രിസ്തു എന്ന ലോകത്തിൻ്റെ രക്ഷിതാവായ യേശു മശിഹായെക്കുറിച്ചുള്ള സുവിശേഷം പുതിയ നിയമ പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തുന്നതിനും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പഴയ നിയമ പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പറഞ്ഞ വാചകം ശ്രദ്ധിച്ചോ? കർത്താവായ യേശു ക്രിസ്തു എന്ന ലോകത്തിൻ്റെ രക്ഷിതാവായ മശിഹായെക്കുറിച്ചുള്ള സുവിശേഷം പുതിയ നിയമ പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തുന്നതിനും എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പഴയ നിയമ പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ആ തിരുവെഴുത്തുകളെ കേട്ട് മാനസാന്തരപ്പെട്ടാണ് ഷണ്ണൻ സ്നാനപ്പെട്ടത്. ഫിലിപ്പോസ് ഈ തിരുവെഴുത്ത് ആധാരമാക്കി, യെശയ്യാപ്രവചനം ആധാരമാക്കി ഷണ്ണനോട് സുവിശേഷം അറിയിച്ചു. ആ തിരുവെഴുത്ത് കേട്ട് മനസാന്തരപ്പെട്ടാണ് ഷണ്ണൻ സ്നാനപ്പെട്ടത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഈ മശിഹായെക്കുറിച്ചുള്ള സുവിശേഷം എവിടെ അന്നേരം നമുക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കും? പഴയ നിയമ പുസ്തകങ്ങളിലാണ്. അപ്പം തിരുവെഴുത്ത് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രധാനമായും പഴയ നിയമ പുസ്തകങ്ങളെ പറ്റിയാണ്. ദൈവത്തിന് സ്തോത്രം. ഇനി ചോദ്യം: ഈ മശിഹായെക്കുറിച്ചുള്ള സുവിശേഷം എവിടെയാണ് ആരംഭിച്ചത്? അത് ഉൽപ്പത്തി 3:15. ഉൽപ്പത്തി 3:15 എന്താ പറയുന്നത്? ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാൽ തകർക്കും. ഇവിടെ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ മനുഷ്യൻ്റെ വീണ്ടെടുപ്പിനായി കർത്താവായ യേശു ക്രിസ്തു എന്ന മശിഹായെ ലോകത്തിന് നൽകാമെന്ന വാഗ്ദത്തമാണ് ഉൽപ്പത്തി 3:15 നാം കാണുന്നത്. മനുഷ്യൻ പാപത്തിൽ വീണപ്പോൾ ദൈവം അവനെ തള്ളിക്കളഞ്ഞില്ല. അവനൊരു വാഗ്ദത്തം കൊടുത്തു. എന്താ? സ്ത്രീയുടെ സന്തതിയായി മനുഷ്യൻ്റെ വീണ്ടെടുപ്പിനായി മശിഹായെ അയക്കാമെന്ന വാഗ്ദത്തം. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഈ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു എന്ന വാഗ്ദത്ത മശിഹയിലുള്ള വിശ്വാസത്താലാണ് മനുഷ്യവർഗത്തിന് രക്ഷയെന്ന് പഴയ നിയമം അടിവരയിടുന്നത്. അപ്പോൾ ഈ ഉൽപ്പത്തി 3:15 എന്താ അടിവരയിടുന്നത്? കർത്താവായ യേശു ക്രിസ്തു എന്ന വാഗ്ദത്ത മശിഹയിലുള്ള വിശ്വാസത്താലാണ് മനുഷ്യവർഗത്തിന് രക്ഷ എന്ന് പഴയ നിയമം അടിവരയിടുന്നു. അത് തന്നെയാണ് പുതിയ നിയമവും പറയുന്നത്. അങ്ങനെയെങ്കിൽ പുതിയ നിയമം പഴയ നിയമത്തെക്കാൾ പഴയതാണ്. എന്താ കാരണം? കാരണം മശിഹായിലുള്ള വിശ്വാസത്താലാണ് രക്ഷ എന്ന തത്വം ആരംഭിക്കുന്ന ഏതനിലാണ്. ആയതിനാൽ ദൈവത്തിൻ്റെ വചനം പഴയ നിയമമെന്നോ പുതിയ നിയമമെന്നോ വ്യത്യാസമില്ലാതെ ഒരുപോലെ പ്രധാനമാണ്. നമുക്ക് ഈ പുസ്തകങ്ങളിലെല്ലാം ഉള്ള തത്വം എന്താണ്? കർത്താവായ യേശു ക്രിസ്തു എന്ന വാഗ്ദത്ത മശിഹായിലുള്ള വിശ്വാസത്താലാണ് മനുഷ്യവർഗത്തിന് രക്ഷ എന്ന തത്വം പുതിയ നിയമത്തെക്കാൾ മുമ്പേ രേഖപ്പെടുത്തിയിരിക്കുന്ന പഴയ നിയമത്തിലാണ്. അങ്ങനെയാണെങ്കിൽ പുതിയ നിയമമെന്നോ പഴയതെന്നുള്ള വ്യത്യാസമില്ലാതെ വേദപുസ്തകത്തിലെ 66 പുസ്തകങ്ങളും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്. അപ്പം കർത്താവായ യേശു ക്രിസ്തു എന്ന മശിഹയിലൂടെയാണ് സർവ്വലോകത്തിലും രക്ഷ ലഭിക്കുന്നതെന്ന് പറയുന്നതിൽ ഒരു പക്ഷേ പുതിയ നിയമത്തെക്കാൾ അത് ഊന്നി പറയുന്നത് പഴയ നിയമത്തിലാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഈ പഴയ നിയമ ശുശ്രൂഷകൾ മുഴുവൻ കർത്താവായ യേശു ക്രിസ്തു എന്ന വാഗ്ദത്ത മശിഹയിലേക്കാണ് വിരൽ ചൂണ്ടിയിരുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദൈവം തൻ്റെ ജനത്തിന്, നമുക്കറിയാം, ദൈവം തൻ്റെ ജനത്തിൻ്റെ നടുവിൽ വസിപ്പാൻ ആഗ്രഹിച്ചു. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ നടുവിൽ വസിപ്പിക്കേണ്ടതിന് നിങ്ങൾ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. ഈ വിശുദ്ധ മന്ദിരത്തിലെ
ഓരോ ഉപകരണങ്ങളും കർത്താവായ യേശുക്രിസ്തു എന്ന ലോകരക്ഷിതാവിലേക്കാണ് വിരൽ ചൂണ്ടിയിരുന്നത്. നമുക്കറിയാം, ഈ ദൈവം തൻ്റെ ജനത്തെ ഉണ്ടാക്കിയ വിശുദ്ധ മന്ദിരത്തിൽ, സമാഗമന കൂടാരത്തിൽ പല ഉപകരണങ്ങളും ഉണ്ടായിരുന്നു. ഈ ഉപകരണങ്ങൾ ഓരോന്നും യേശുക്രിസ്തു എന്ന ലോകത്തിൻ്റെ രക്ഷിതാവായ ക്രിസ്തുവിലേക്കാണ് വിരൽ ചൂണ്ടിയിരുന്നത്. നമുക്കറിയാം, പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം എന്ന് 3 പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഈ വിശുദ്ധ മന്ദിരത്തിനുണ്ടായിരുന്നു. അതൊക്കെയാണ് പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. ഈ പ്രാകാരത്തിലും വിശുദ്ധ സ്ഥലത്തിലും അതിവിശുദ്ധ സ്ഥലത്തും ഒക്കെ പല ഉപകരണങ്ങളും വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ആദ്യം പ്രാകാരത്തിലേക്ക് വരാം. പ്രാകാരത്തിൽ ഏതൊക്കെ ഉപകരണങ്ങളാണ് വെച്ചിരിക്കുന്നത്? പ്രാകാരത്തിൽ നമുക്കൊരു യാഗപീഠം കാണാം, താമ്രത്തൊട്ടിയും കാണാം. ഓക്കെ, അപ്പൊ പ്രാകാരത്തിൽ വെച്ചിരുന്ന യാഗപീഠം എന്തിനെ സൂചിപ്പിക്കുന്നു? കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽവറി ക്രൂശിനെ സൂചിപ്പിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽവറി ക്രൂശിന്റെ പ്രതീകമായിരുന്നു യാഗപീഠം. ആ യാഗപീഠത്തിൽ അർപ്പിക്കപ്പെട്ടിരുന്ന കുഞ്ഞാടുകൾ, യാഗമൃഗങ്ങൾ കർത്താവായ യേശുക്രിസ്തു എന്ന ഭാവിയിൽ കൊല്ലപ്പെടുവാനിരുന്ന ഊനമില്ലാത്ത കുഞ്ഞാടിനെ ചൂണ്ടിക്കാട്ടിച്ചിരുന്നു. അപ്പൊ നോക്കിയേ, പഴയ നിയമ പുസ്തകങ്ങളിൽ ആരെക്കുറിച്ചാ സാക്ഷ്യം പറയുന്നത്? യേശുക്രിസ്തുവിനെ കുറിച്ച്. ദൈവത്തിന് സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിൽ പറയുന്നു, പിറ്റേന്നാൾ യേശു തൻ്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട്, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അപ്പൊ യേശുവിനെ ചൂണ്ടി യോഹന്നാൻ എന്താ പറഞ്ഞത്? ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അപ്പൊ നോക്കിയേ, സമാഗമന കൂടാരത്തിലെ യാഗപീഠം യേശുക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിനെ സൂചിപ്പിച്ചെങ്കിൽ, യാഗപീഠത്തിൽ അർപ്പിക്കപ്പെട്ടിരുന്ന യാഗമൃഗങ്ങൾ യേശുക്രിസ്തു എന്ന ഊനമില്ലാത്ത കുഞ്ഞാടിലേക്ക് വിരൽ ചൂണ്ടുന്നു. ദൈവത്തിന്. രണ്ടാമതായിട്ട് താമ്രത്തൊട്ടി. ഈ താമ്രത്തൊട്ടി എന്നതിനെ സൂചിപ്പിക്കുന്നു കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താലുള്ള കഴുകലിൻ്റെ പ്രതീകമായ സ്നാനത്തെ സൂചിപ്പിക്കുന്നു. നമുക്കറിയാം, സമാഗമന കൂടാരത്തിൽ കടക്കുന്ന സമയത്ത് അഹരോനും അവൻ്റെ പുത്രന്മാരും എന്ത് ചെയ്യണം? താമ്രത്തൊട്ടിയിലെ വെള്ളത്തിൽ കൈയും കാലും കഴുകണം, വിശുദ്ധീകരണം പ്രാപിക്കണം. അപ്പോൾ ഈ താമ്രത്തൊട്ടി കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തത്താലുള്ള കഴുകലിൻ്റെ പ്രതീകമായ സ്നാനത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പം താമ്രത്തൊട്ടിയും ആരെ ചൂണ്ടിക്കാണിക്കുന്നത്? യേശുക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുകയാണ്. മൂന്നാമതായിട്ട് കാഴ്ചപ്പം വച്ചിരുന്ന മേശ എന്തിനെ സൂചിപ്പിക്കുന്നു? യേശുക്രിസ്തു എന്ന ജീവനുള്ള അപ്പത്തെ സൂചിപ്പിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 51-ാമത്തെ വാക്യം. യോഹന്നാൻ 6:51. അവിടെ എന്താ വായിക്കുന്നത്? സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു. ഈ അപ്പം തിന്നുന്നവൻ എല്ലാം എന്നേക്കും ജീവിക്കും. ഞാൻ കൊടുപ്പാനിരിക്കുന്ന അപ്പമോ ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ കൊടുക്കുന്ന എൻ്റെ മാംസമാകുന്നു. അപ്പം ഈ സമാഗമന കൂടാരത്തിലെ വിശുദ്ധ സ്ഥലത്ത് കാഴ്ചയപ്പം വെച്ചിരിക്കുന്നൊരു മേശയുണ്ട്. ഈ അപ്പം എന്തിനെ സൂചിപ്പിക്കുകയാണ്? കർത്താവായ യേശുക്രിസ്തു എന്ന ജീവനുള്ള അപ്പത്തെ സൂചിപ്പിക്കുന്നു. അപ്പം ഇതും ഈ ഉപകരണവും യേശുക്രിസ്തുവിലേക്ക് വിരൽ ചൂണ്ടുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ പഴയ നിയമ പുസ്തകങ്ങളാകുന്ന തിരുവെഴുത്തുകൾ ആർക്ക് സാക്ഷ്യം പറയുന്നു? യേശുക്രിസ്തുവിന് സാക്ഷ്യം പറയും. ഇനി നാലാമതായിട്ട് 7 തണ്ടുള്ള നിലവിളക്ക്. അത് കർത്താവായ യേശുക്രിസ്തു എന്ന ലോകത്തിൻ്റെ വെളിച്ചത്തെ സൂചിപ്പിക്കുകയാണ്. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 8:12 വായിക്കുമ്പോൾ, യോഹന്നാൻ 8:12, യേശു പിന്നെയും അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ നിത്യജീവൻ്റെ വെളിച്ചമുള്ളവൻ ആകുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവനാകും. അപ്പം ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. അപ്പോൾ ഇവിടെ 7 തണ്ടുള്ള നിലവിളക്ക് എന്തിനെ സൂചിപ്പിക്കുന്നു? യേശുക്രിസ്തുവിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ പഴയ നിയമം അല്ലെങ്കിൽ തിരുവെഴുത്തുകൾ എന്ന് പറയുന്ന ഈ പുസ്തകങ്ങൾ ആർക്ക് സാക്ഷ്യം പറയുന്ന? യേശുവിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. അഞ്ചാമതായിട്ട് ധൂപപീഠം. നമുക്കറിയാം, വിശുദ്ധ സ്ഥലത്തൊരു ധൂപപീഠമുണ്ട്. ഇതെന്തിനെ സൂചിപ്പിക്കുന്നു? കർത്താവായ യേശുക്രിസ്തു എന്ന ഏക മധ്യസ്ഥനെ സൂചിപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയിലൂടെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുവാനുള്ള ഏക മധ്യസ്ഥൻ കർത്താവായ യേശുക്രിസ്തുവാണ്. തിമോഥെയോസിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 5-6 വാക്യങ്ങൾ. തിമോഥെയോസിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 5-6 വാക്യങ്ങൾ. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തുവേശു തന്നെ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നോക്കിക്കേ, ഈ ധൂപപീഠം എന്തിനെ സൂചിപ്പിക്കുന്നു?
യേശു ക്രിസ്തുവിലേക്ക് വിരൽ ചൂണ്ടും. അപ്പം പഴയ നിയമ പുസ്തകങ്ങൾ, തിരുവെഴുത്തുകൾ എന്ന് പറയുന്നത് ആരിലേക്ക് വിരൽ ചൂണ്ടുന്നു? കർത്താവായ യേശു ക്രിസ്തു എന്ന ലോകത്തിൻ്റെ രക്ഷിതാവായ മെസ്സിഹായിലേക്ക് വിരൽ ചൂണ്ടുന്നു. ഇനി ആറാമതായിട്ട് നിയമപ്പെട്ടകം. നമുക്കറിയാം, അതിവിശുദ്ധ സ്ഥലത്ത് വെച്ചിരിക്കുന്ന ഉപകരണമാണ് നിയമപ്പെട്ടകം. ഈ നിയമപ്പെട്ടകം എന്തിനെ സൂചിപ്പിക്കുന്നു? ഇത് കർത്താവിൻ്റെ സിംഹാസനത്തെയും ദൈവ സ്വഭാവത്തെയും കാണിക്കുന്നു. അപ്പോൾ കർത്താവിൻ്റെ സിംഹാസനം, ദൈവത്തിൻ്റെ സ്വഭാവം. അപ്പോൾ ഇപ്രകാരം ദൈവജനം ചെയ്തിരുന്ന പഴയ നിയമ ശുശ്രൂഷകളെല്ലാം ലോകത്തിൻ്റെ രക്ഷിതാവായ കർത്താവായ യേശു ക്രിസ്തു എന്ന മശിഹായിലേക്ക് വിരൽ ചൂണ്ടുന്നവയാണ്. എന്ന് പറഞ്ഞാൽ പഴയ നിയമ ശുശ്രൂഷകളുടെ എല്ലാം കേന്ദ്രമാരായിരുന്നു? കർത്താവായ യേശു ക്രിസ്തുവായിരുന്നു. ഈ രക്ഷകനെ നമുക്ക് വെളിപ്പെടുത്തി കിട്ടിയത് എവിടെയാണ്? പഴയ നിയമ പുസ്തകങ്ങളിലൂടെയാണ്. യോഹന്നാൻ 7:42 ദാവീദിൻ്റെ സന്തതിയിൽ നിന്നും ദാവീദ് പാർത്ത ഗ്രാമമായ ബെത്ലഹേമിൽ നിന്നും ക്രിസ്തു വരുന്നു എന്ന് തിരുവെഴുത്ത് പറയുന്നില്ലയോ എന്നും പറഞ്ഞു. അപ്പോൾ യോഹന്നാൻ 7:42 ദാവീദിൻ്റെ സന്തതിയിൽ നിന്നും ദാവീദ് പാർത്ത ഗ്രാമമായ ബെത്ലഹേമിൽ നിന്നും ക്രിസ്തു വരുന്നു എന്ന് തിരുവെഴുത്ത് പറയുന്നില്ലയോ? അപ്പൊ ചോദ്യം, ഏത് തിരുവെഴുത്താണ് അങ്ങനെ പറയുന്നത്? മീഖ 5:2 നീയോ ബെത്ലഹേം എഫ്രാത്തേ, നീ യഹൂദ സഹസ്രങ്ങൾ ചെറുതായിരുന്നാലും എൻ്റെ ജനമായ ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്നുത്ഭവിച്ചു വരും. ഇവിടെ യോഹന്നാൻ 7:42 യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച്, ജനന സ്ഥലമായ ബെത്ലഹേമിനെക്കുറിച്ച് തിരുവെഴുത്ത് പറയുന്നു എന്ന് പറയുമ്പോൾ അതെവിടെ കിടക്കുകയാണ്? മീഖ 5:2 കിടക്കുകയാണ്, പഴയ നിയമത്തിൽ കിടക്കുകയാണ്. അപ്പം മീഖ പ്രവചനത്തിലാണ് കർത്താവ് ദാവീദിൻ്റെ സന്തതിയിൽ നിന്നും ദാവീദ് പാർത്ത ഗ്രാമമായ ബെത്ലഹേമിൽ നിന്ന് ജനിക്കുമെന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ തിരുവെഴുത്ത് പറയുന്നു എന്ന് പറയുമ്പോൾ അത് പ്രധാനമായും ഏത് പുസ്തകമാണ്? പഴയ നിയമ പുസ്തകത്തെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, വിശുദ്ധ വേദപുസ്തകത്തിൽ പുതിയ നിയമത്തെ പോലെ പഴയ നിയമവും പ്രധാനമാണ്. അല്ലെങ്കിൽ പുതിയ നിയമത്തെക്കാൾ ഒരുപക്ഷെ കൂടുതൽ പ്രധാനമാണ് പഴയ നിയമം. കാരണം എന്താണ്? ഈ പഴയ നിയമ പുസ്തകങ്ങളാണ് ആദ്യം മശിഹായെക്കുറിച്ചുള്ള വെളിപ്പെടുത്തൽ മനുഷ്യവർഗത്തിന് നൽകിയത്. ഇത് മനസ്സിലാക്കാത്ത ചിലർ ഇന്നത്തെ കാലഘട്ടത്തിലുണ്ട്. അവർ പറയുന്നത് പഴയ നിയമം എല്ലാം മാറിപ്പോയി, നമുക്കിനി പഴയ നിയമ പുസ്തകങ്ങളൊന്നും വേണ്ട. ഇങ്ങനെ പറയുന്നവരെ മന്ദബുദ്ധികളെ എന്നാണ് യേശു വിളിച്ചത്. ലൂക്കോസ് 24:25 അവിടുന്ന് അവരോട്, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ. യേശുക്രിസ്തുവിനെ കുറിച്ച്, ലോകത്തിന് രക്ഷിതാവിനെ കുറിച്ച് പ്രവാചകന്മാർ പ്രവചിച്ചതെല്ലാം പഴയ നിയമ പുസ്തകങ്ങളിലാണ്. ഇത് വിശ്വസിക്കാത്തവർ മന്ദബുദ്ധികളാണ്, അവർക്ക് ബോധമില്ല. ഇപ്പം എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാണെന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ അത് പഴയ നിയമ പുസ്തകങ്ങളെ പറ്റിയാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ തിരുവെഴുത്തെന്ന അപ്പോസ്തലൻ ഉദ്ദേശത്തിൻ്റെ അർത്ഥം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് മനസ്സിലായി കാണുമെന്ന് ചിന്തിക്കട്ടെ. നാം വേദപുസ്തകത്തോടുള്ള, തിരുവെഴുത്തുകളോടുള്ള നമ്മുടെ സമീപനം എന്താണ്? പഴയ നിയമം എല്ലാം മാറിപ്പോയി, കർത്താവ് വന്നുകൊണ്ട് ഇതെല്ലാം എടുത്ത് ദൂരെ കളഞ്ഞു, ഇനി നമുക്ക് പുതിയ നിയമം മാത്രം മതി, പിന്നെ പഴയ നിയമത്തിലുള്ള സങ്കീർത്തനം പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ശുദ്ധമായ വിവരക്കേടാണെന്നുള്ള കാര്യം നാം തിരിച്ചറിയുക. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാണ്. വേദപുസ്തകത്തിൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള 66 പുസ്തകങ്ങളിലും അടങ്ങിയിരിക്കുന്ന തിരുവചന സന്ദേശങ്ങൾ ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്. ഈ തിരുവചനത്തിന് നല്ല പ്രാധാന്യം കൊടുക്കുവാൻ, അതിന് പ്രകാരം വിശുദ്ധ ജീവിതം നയിക്കുവാൻ, കർത്താവിൻ്റെ വരവിനായിട്ട് ഒരുങ്ങുവാൻ നമ്മെ തന്നെ സമർപ്പിക്കാം. എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അതിനായിട്ട് ഒരുക്കട്ടെ. നമ്മുടെ തെറ്റിദ്ധാരണകളൊക്കെ മാറി ദൈവവചനത്തിൽ വളരുവാൻ കർത്താവ് ഇടയാക്കട്ടെ. ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്ത് തന്നെയായിരുന്നാലും ചേർന്ന് പ്രാർത്ഥിക്കാം. രോഗങ്ങളും ഭാരങ്ങളും കഷ്ടതയും കണ്ണുനീരും കടബാധ്യതകളും ആധുനിക ലോകത്തിൻ്റെ സകല സംഘർഷങ്ങളുമുള്ള പ്രിയപ്പെട്ടവർ എന്നെ കേൾക്കുന്നുണ്ട്. എല്ലാറ്റിനും പരിഹാരം കർത്താവായ യേശു ക്രിസ്തുവാണ്. നമുക്ക് ഈ കർത്താവിലേക്ക് വരാം, കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. അടിയങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഇന്നലെ ഞങ്ങളെ കേൾപ്പിച്ച മാറ്റമില്ലാത്ത തിരുവചനത്തിനായിട്ട് സ്തോത്രം. കർത്താവേ, നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യും, അവയിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ട് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ. അവ എനിക്ക് സാക്ഷ്യം പറയുന്നു എന്ന് യേശു പറഞ്ഞത് പഴയ നിയമ പുസ്തകങ്ങളെ പറ്റിയാണെന്നും പഴയ നിയമ പുസ്തകങ്ങളുടെ പ്രാധാന്യം എത്ര വലിയതാണെന്നും പുതിയ നിയമ പുസ്തകങ്ങളെ പോലെ പഴയ നിയമ പുസ്തകങ്ങളും പ്രാധാന്യമുള്ളതാണെന്ന് തിരിച്ചറിയുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചതിനായിട്ട് സ്തോത്രം. ഇന്ന് വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ഭാരങ്ങളിലും പ്രയാസങ്ങളിലും കഷ്ടതയിലും കണ്ണുനീരിലും കടബാധ്യതകളിലും മാനസിക സംഘർഷങ്ങളിലും ഒക്കെ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും
കർത്താവ് മനസ്സലിയണമേ. പ്രിയ മക്കളുടെ പ്രശ്നങ്ങൾ കൊണ്ട് പരിഹാരം വരുത്തണമേ. എല്ലാ അനുഗ്രഹത്താൽ വരെ നിറയ്ക്കണമേ. തിരുവചനത്തിൽ വേരൂന്നി വളരുവാൻ അടിയങ്ങളെ കർത്താവ് സഹായിക്കണം. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ ഏറ്റവും താഴ്മയായിട്ട് യാചിക്കുന്നു. അടിയങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. കർത്താവിൽ പ്രിയമുള്ളവരെ, ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എല്ലാ ഞായറാഴ്ചയും രാവിലെ 6:30 ജയ് ഹിന്ദ് ചാനലിലുള്ള സംപ്രേഷണങ്ങൾ കാണുക, കേൾക്കുക, മറ്റുള്ളവരോട് പറയുക. യൂട്യൂബിൽ കാണാം, ജോയ്മോൻ മത്തായി എന്ന് ടൈപ്പ് ചെയ്താൽ നമുക്ക് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനത്തിൽ വേരൂന്നി വളർന്ന് കർത്താവിൻ്റെ വരവിൽ നമ്മൾ എടുക്കപ്പെടുന്ന ഒരു കൂട്ടത്തിൽ കാണപ്പെടുവാൻ കർത്താവ് ഇടയാക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പാസ്റ്റർ ജോയ്മോൻ മത്തായി എഴുതിയ സത്യസഭ എന്ന പുതിയ പുസ്തകം നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. ദൈവത്തിന് ഒരു സഭയുണ്ട്. ഇന്ന് ലോകത്തിൽ കാണുന്ന എല്ലാ സഭകളും സത്യസഭകളാണ്. ഉൽപ്പത്തി മുതൽ മലാഖി വരെയുള്ള പുസ്തകങ്ങൾ സത്യസഭയ്ക്ക് ബാധകമല്ലേ? സത്യസഭ ദൈവകൽപ്പനകൾ മാറിപ്പോയി എന്ന് അവകാശപ്പെടുന്നവരുടെ കൂട്ടമാണ്. സത്യസഭയിലേക്ക് ദൈവം തെളിച്ചിട്ടിരിക്കുന്ന വഴി ഏതാണ് തുടങ്ങി സത്യസഭയെക്കുറിച്ച് നാം ആവശ്യം അറിഞ്ഞിരിക്കേണ്ട വിലപ്പെട്ട അറിവുകൾ കോർത്തിണക്കിയ പുസ്തകം. ഈ പുസ്തകം ആവശ്യമുള്ളവർ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 9747097977. നമ്പർ ഒരിക്കൽ കൂടി 9747097977. പ്രവചന ശബ്ദം ക്രൈസ്തവ കുടുംബ മാസിക. സമകാലീന സംഭവങ്ങൾ, ആരോഗ്യ ദൂതുകൾ, പ്രവചനങ്ങൾ എന്നിവ കോർത്തിണക്കിയ ഉത്തമ കുടുംബ മാസിക. വാർഷിക വരിസംഖ്യ 200 രൂപ മാത്രം. വരിക്കാരാകുവാൻ ആഗ്രഹിക്കുന്നവർ വിളിക്കേണ്ട ഫോൺ നമ്പർ 9156433122 9747097977.